മര്യാദയ്ക്ക് എന്റെ ചിട്ടിപ്പണം തന്നിട്ട് മതി നിന്റെ ഒരു മാലീസ്. കേട്ടോ മാലീസേ? ഞാനൊന്ന് എണ്ണയിട്ട് തന്നാലോ? പോടാ ഏറപ്പേ. വെറുതെ നീ ചന്തയിൽ പോയിട്ട് വരുമ്പോ ഇതിലേ വരുവോ? ഞാൻ നല്ല ചൂടുള്ള ദോശയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കിത്തരാം. വെറുതെ എപ്പോഴും എന്തിനാ ഇങ്ങനെ കാട്ടിപ്പോയി കിടക്കണേ? നാട്ടില് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ കാട്ടിൽ പോയാലേ ആര് തരും? എവിടെ കിടന്നുറങ്ങും? ഞാൻ വല്ല പാറയിലും കിടന്നുറങ്ങും. അയ്യോ, അപ്പൊ വല്ല പുലിയോ മറ്റോ വന്നാലോ? പുലി വന്നാ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പേടായി അടിക്കാതെ. മരുതേ, നിന്റെ ഏട്ടൻ ഇപ്പൊ എവിടെയാ? ഏട്ടനും ചത്തു. ഒരു പെണ്ണ് എത്ര കാലമായി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് ഈ നാറികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്ത് ഇഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? മരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീ കേക്കൂ? എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ? ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം. നിറയെ ദോശയും തിന്നാം.
ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം. എന്തിട്ടാണ് ഇത്ര ഗൗരവം? നമ്മളിപ്പോ താമസമില്ലേ? അവര് നിനക്ക് രണ്ട് ജാക്കറ്റ്. നിനക്കിപ്പോ നമ്മളെ ജാക്കറ്റ് ഒന്നും പിടിക്കണില്ല അല്ലേ? അല്ല, എന്താ അവിടെ ചെയ്തത്? കുളിക്കായിരുന്നില്ലേ? കുളിക്കുകയില്ലായിരുന്നു, കുളിപ്പിക്കുകയായിരുന്നു. ആരുടെ എരുവേ? അല്ല, എന്റെ കെട്ടിയോനെ. നീ എന്തൊക്കെയാണ് വെറും വയറ്റില് തമാശ പറയുന്നത് കാവേരി? തമാശയും കിമാശയൊന്നുമല്ല. എന്റെ സമ്മതം കൂടാതെ ഇവിടെ കയറി കിടന്ന മുഖത്ത് ഞാൻ ചൂടുകൾ ഒഴിക്കും, പറഞ്ഞേക്കാം. കാവേരി, നീ അന്തോനടുത്ത് വലിയ ആളാവുന്നു വേണ്ട കേട്ടോ. നിന്റെ ലൈനൊക്കെ നമുക്കറിയാം. ആഹാ, എന്താടാ അറിയ കാവേരിയുടെ? അന്തോണി, മുറത്തി കയറി കൊത്തല്ലേ.